എല്ലാരും കൂടെ എല്ലാരും അറസ്റ്റ് ചെയ്യിപ്പിക്കും. Give me a bag. തോന്നി കണ്ടിട്ട് എന്ത് തോന്നി? അതിനകത്തുനിന്ന് ഞാൻ ഭയപ്പെട്ടതിനേക്കാളും ഭയപ്പെടുത്തരുത്. പേടിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പ്രതികരണങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന്റെ കുറച്ച് മുന്നേ എനിക്ക് ഫോൺ കിട്ടിയത് കുറച്ച് ചാർജ് ചെയ്തിട്ടാണ് കിട്ടിയത്. എല്ലാ കാര്യങ്ങളൊന്നും അങ്ങ് അധികം അറിഞ്ഞില്ല. ഇവിടെ ഇറങ്ങിയിട്ട് എത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്കൊന്നും അറിയാൻ. അങ്ങനെയൊന്നും ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയ പുള്ളിക്കാരി കംഫർട്ടല്ല. പുള്ളിക്കാരി കംഫർട്ടല്ല. പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് നിന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ നിൽക്കുന്നത്, അകത്തേക്ക് വരുന്നതൊക്കെ. പക്ഷെ അതറിയാൻ എനിക്കും ക്യൂരിയോസിറ്റി ആണ്. എന്റെ ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നാണ്. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജാസ്മിയുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമർ ആണെന്ന് മൊത്തത്തിലൊരു ഇതുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ഞാനോ മൈൻഡ് ഗെയിമർ എന്നുള്ളൊരു പട്ടം തന്നിട്ടുണ്ട്. ആണല്ലേ? ഞാൻ മറ്റേ സ്റ്റേഡിയം മ്യൂസിയത്തിൽ ദിലീപേട്ടൻ വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോ ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയില്ല, അതുപോലെ പറയേണ്ടി വരും. ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ കുറെ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. പാവമായിട്ട് തോന്നി അൻസിബയ്ക്ക് തന്നെ. അല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരും ചിരിച്ച് സംസാരിക്കുക, എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക. പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അല്ല, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന ഒരു രീതിയിലാണല്ലോ. ഞാനായിട്ട് നിൽക്കണമെന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്കായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന? ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് അവരെ പറ്റി എന്തിനാ പറയണത്. മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയതുപോലെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു എവിക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ്? എനിക്കറിയില്ല. ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഇതെത്തിയിട്ടല്ലേ ഉള്ളൂ. ഫുൾ കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെ നല്ല ആരാധകർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. കാരണം ഏതൊരു ആർട്ടിസ്റ്റ് എടുത്താലും സെലിബ്രിറ്റീസിനെ ചോദിക്കുമ്പോൾ അൻസിബയുടെ പേരാണ് കൂടുതൽ അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടുന്നത്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നിങ്ങളെല്ലാവരും തന്നതിൽ ഒരുപാട് നന്ദി.
അയ്യോ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു, പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പൊ അത് അഭിഷേക് വന്ന പറഞ്ഞപ്പോ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു. അപ്പൊ ഞാൻ ഋഷിയുടെ അടുത്ത് പറയണ ഇങ്ങനെ പറയണടാ എനിക്ക് പോകണം. പിന്നെ ഞാൻ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുത് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞു വിടൂ എന്നൊക്കെ. എന്തായിരുന്നു പുതിയ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഇത്ര നാൾ അവിടെ ജീവിച്ചു, ഫോണില്ല, ഫ്രഷ് എയർ. ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിന്നെ കാണില്ല, അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ. അതിനകത്ത് അങ്ങനെയല്ല. പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം, അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം, അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല. അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ജാസ്മിനെ ടാർഗറ്റ് ചെയ്തപോലെ തോന്നി എപ്പോഴും? ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും, അവസാനം ഞാൻ എന്തെങ്കിലും പറയും. ഈ അർജുൻ ശ്രീതു പ്രണയം ഭയങ്കര രീതിയിൽ പുറത്തും അകത്തും ചർച്ചയായിരുന്നു, അതിനെക്കുറിച്ച്? അതങ്ങനെയാണോന്ന് പോലും എനിക്കറിയില്ല, അവർ ഫ്രണ്ട്സാണ്. ഓക്കെ. ജാസ്മിന്റെ ഗബ്രിയുടെ പ്രണയം ഉണ്ടായതോ? അത് ഭയങ്കര ചർച്ച, അതിലും വലിയ ചർച്ചയായ കാര്യമായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എന്റെ കമന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഗബ്രി പോയത് ജാസ്മിൻ ഒരു ഗെയിമിലേക്കുള്ള തിരിച്ചുവരവായോ? എന്തൊക്കെയാ ചോദിക്കണേ? ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ആർക്കായിരിക്കും സപ്പോർട്ട് കൊടുക്കാം? ആര്, ഞാനാണോ? ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് എന്നായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഋഷിക്ക് കൊടുക്കാൻ കാരണം ഉണ്ടായ കാരണം? ഋഷി ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നു. ജിൻഡപ്പനെ കുറിച്ച് രണ്ടു വാക്ക്. ജിൻഡപ്പൻ പോളിയാ. ജിൻഡപ്പൻ ഫേക്ക് ആണെന്ന് പറയുന്നുണ്ടല്ലോ റസ്മിനൊക്കെ, മനസ്സിലാവുന്നില്ല ആളുടെ. അത് ഞാനും പറയാറാണ്, എനിക്ക് ജിൻഡപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും, പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ്. അതെന്താ ജിൻഡപ്പന്റെ ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പന്റെ അടുത്ത് ആ ദേഷ്യം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പന്റെ അടുത്തായിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും ആണെന്ന് എന്താന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആ മനുഷ്യന്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത്രയും നോമിനേഷൻസിൽ പുറത്തു പോകാതെ പിടിച്ചു നിന്നു, അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ഞാൻ അന്തം വിട്ടെന്ന് ഞാൻ എവിക്റ്റ് ആയില്ല അതെന്താ. അപ്പൊ അതിനകത്ത് സായിയൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതറിയാൻ. അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഇതാ. ജാസ്മിൻ എല്ലാ പരിപാടിക്കും അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? എന്താണ് ഞാൻ വിശദമായിട്ടുള്ള സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി അവൾ പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കുന്നു. ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകുമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു. അഭിഷേക് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് എന്ന പാഠം എന്തായിരിക്കും? ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്തിൽ പറയാം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ പറയണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ഞാൻ കൃത്യമായി പറയാറുണ്ട്. നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണ് ഇപ്പോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് നോറയുടെ സംസാരിച്ചപ്പോ ഒന്നും മിണ്ടാതെ നോറയ്ക്ക് വിട്ടുകൊടുത്തതിന് കാരണം അറിയില്ല. ഒന്നാമത് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം നോറ പറഞ്ഞപ്പോ ഓക്കെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയാമായിരുന്നു. തോന്നിയില്ല, പറഞ്ഞില്ല. ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ്, ഇപ്പൊ ജിൻഡോന്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഇഷ്ടമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ്. ലാലേട്ടപ്പോ ശനി ഞായർ ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ജിൻഡോ ഡൗൺ ആണോ അതോ? ഇല്ലല്ല, ജിൻഡപ്പൻ അടിപൊളിയല്ലേ. ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് 3 ഉണ്ട്: ഋഷി, അഭിഷേക്, ജിൻഡപ്പൻ. കപ്പടിക്കോ ജിൻഡപ്പൻ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു ഒരുപാട് നന്ദി. താങ്ക് യു. എനിക്ക് എന്നെ ഭയങ്കര തേടി വിളിക്കുന്ന തുടങ്ങിയ ആൾക്ക് എയർപോർട്ടിൽ വന്ന വീഡിയോ എയർപോർട്ടിലാണ് ചോദിക്കുന്നത്. ഈ ടൈറ്റിൽ വിന്നറാൻ ചാൻസ് ഉള്ള ആരായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ ആരാണ് ആവാന്ന് എനിക്കറിയില്ല. എനിക്ക് ആഗ്രഹം ഋഷി വിന്നറാവണമെന്നാണ്. മൈ വിഷ്. അതുപോലെ തന്നെ ജിൻഡോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? ജിൻഡോയ്ക്ക് കൂടുതൽ ആരാധകരുണ്ടെന്ന് തോന്നുന്നു വെളിയില്. അപ്പം കൂടെ നിന്ന് അപ്പൊ ആ ബിഗ് ബോസ് ഹൗസിൽ കൂടെ നിന്ന് എനിക്ക് ജിൻഡപ്പൻ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും പുറത്തുള്ള ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവും. ഉറപ്പായിട്ടും ഇഷ്ടം ഉണ്ടാവും. നിങ്ങൾ ആരാണ് ഒരു ടൈറ്റിൽ വിന്നർ ആവാൻ ചാൻസ് ഉള്ളത്? അതറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ ആഗ്രഹം ഋഷി ടൈറ്റിൽ വിന്നർ ആവണമെന്നാണ്. ഓക്കെ. ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ തോന്നിയ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റുമോ? അൻസിബ ഹസൻ. താങ്ക് യു. ഇനി ഞാൻ വിശദമായ ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണമെന്ന് അമ്മ ഇത് വരുമോ? സ്നേഹം ഞാൻ പണൊക്കെ ചെയ്ത് വരുമ്പോഴും തരണേ. ഉറപ്പായി. ബിഗ് ബോസിൽ പത്നിയായിരുന്നു. നല്ല കുറച്ച് ഗ്ലാമറായല്ലോ. അങ്ങനെയല്ല, അവിടെ എപ്പോഴും നമുക്ക് അരി ഉണ്ടാവും, പിന്നെ ഗോതമ്പ് പൊടി. അപ്പൊ മാക്സിമം ചോറ്, ചപ്പാത്തി, ഗോതമ്പ് ദോശ, പിന്നെ ഇടയ്ക്ക് ബസ്മതി റൈസ് ഇട്ടു. അപ്പൊ ഞങ്ങൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കും. കുക്കിംഗ് സ്കിൽസ് ഒക്കെ നന്നായിട്ട് അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് കയറിയപ്പോഴാണ്. ജാൻമണിക്ക് എന്താണ് അൻസിബയുടെ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്? Best person in that Big Boss house. Best person in the Big Boss house. ഒരു ആളുടെ കൂടെ ഒരു വർക്ക് ഉണ്ടാവത്തില്ല. കാര്യങ്ങളും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും മുഖത്തിൽ നോക്കി പറയുന്ന ആള്. എൻ്റെ കുറേ തെറ്റുകൾ എനിക്ക് എത്ര ദേഷ്യമാനത്തിൽ അൻസിബ എനിക്ക് വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എൻ്റെ സിസ്റ്റർ ആണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ ജിൻറ്റു ചേട്ടന്, ഋഷി, അൻസിബ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. കാരണം ആ വീട്ടിൽ എനിക്ക് ഓരോ ആളുടെ കൂടെ എന്തെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അൻസിബാദ് ഈ എവിക്ഷൻ എനിക്ക് എനിക്ക് അൺഫെയർ തോന്നി. ബിക്കോസ് ഞാൻ രഞ്ജിനി ചേച്ചി 2 ദിവസം മുന്നേ നമ്മള് സജി പപ്പൻ മീഡിയയുടെ കല്യാണത്തിൽ ഉണ്ടാകുന്ന ടൈമിൽ ചേച്ചിയും ഞാൻ സംസാരിച്ച് അൻസിബ വിൽ ബി ഓൺ ഗ്രാൻഡ് ഫിനാലെ ആൻഡ് വിൽ ലൈക്ക് ഹർ. And suddenly I got the news. അതിനോടുള്ള ഒരു പ്രതികരണം എന്താ? എന്റെ എവിക്ഷൻ അൺഫെയർ ആണ് ജാൻമണി പറഞ്ഞല്ലോ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ആയതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവർ അതിനകത്ത് നിൽക്കണം, അത്ര വിചാരിക്കുന്നു. സീരിയസ്ലി No, for me Ansiba. നമ്മളെ വിചാരിക്കുന്നത് ഋഷി, അൻസിബ, ജിൻറ്റു ചേട്ടൻ വികാരം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് പ്രേക്ഷകരുടെ വികാരം അങ്ങനെ തന്നെയാണ് മൊത്തത്തില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ. നമ്മൾ എത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല, ഒരാളുടെ ഇഷ്ടം കിട്ടൂലായിരിക്കും. അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന കപ്പിനേക്കാളും അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രൈസ് മണിയേക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. അത് മരിക്കുന്നവരെ ആ സന്തോഷം മാറില്ല. ഇത് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടാനായിരിക്കും ഓരോ ആർട്ടിസ്റ്റും ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. നോർമലി ബിഗ് ബോസിൽ വന്നു പോകുന്നവർക്ക് പിന്നെ ഇമേജ് നെഗറ്റീവ് ആവും, പക്ഷെ ആ ഒരു ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു രഹസ്യം എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഉമ്മ എന്നെ നന്നായിട്ടാണ് വളർത്തിയത്. എന്റെ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ, നിങ്ങളെല്ലാവരും എന്നെ പറ്റി നല്ലത് പറയുമ്പോൾ ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റൂല. എന്റെ ഉമ്മ ഒറ്റയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തി നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചെങ്കിൽ അതെന്റെ ഉമ്മാക്കുള്ള ക്രെഡിറ്റാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എന്താ
ഞങ്ങൾ എല്ലാവരും വരുമ്പോ വരും. ആണോ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി മാത്രം വന്നു No, I can do പൂജ. എല്ലാവർക്കും എല്ലാവർക്കല്ല. നിങ്ങളെ പറയുന്ന വാക്കിനെ സൂക്ഷിക്കണം. എല്ലാവർക്കും അല്ല, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമുണ്ട് ആൾക്കാർക്ക് കൂടി ഞാൻ പാടും. ഇഷ്ടമില്ലാത്തവരൊക്കെയാ. അല്ല നിങ്ങളെ കണ്ടല്ലോ എയർപോർട്ട് വന്നില്ലാത്ത നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇഷ്ടം ആരൊക്കെ ഉണ്ടോ അത് ചോദിക്കും. പൂജക്ക് ഞാൻ കൊണ്ടുപോയി. പൂജ അസുഖമുണ്ട്. അത് കഴിഞ്ഞിട്ട് സദ്യനത് ഹസ്ബൻഡ് വിളിച്ച്. So I came. So they're putting like in downside, like in airport also. ആരാണ് ചോദിക്കുന്നത്? റോഡ് ഇതിന്റെ കാര്യമില്ല. റോഡ് മന്നോ എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി കേട്ടോ. ഇത്രയും സ്നേഹം തന്നത് കൊതിച്ചൊരു സാധനം തന്നെയാണ് നിങ്ങൾ എല്ലാവരും തന്നത്. പക്ഷെ ബിഗ് ബോസ് എന്ന് വിചാരിച്ചിട്ടല്ല, ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ആഗ്രഹിക്കില്ല ഇത്രയും പേര് വന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. എല്ലാവരും തന്നതിന് ഒരുപാട് നന്ദി. I'll come home. Love you. Okay? താങ്ക് യു. I'll come tomorrow, day after tomorrow. My class is going. Call me. Bye. Love you. Mommy, bye. Okay. Bye, bye.